ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ ഗൈസ്. നമ്മളിന്ന് പോകാൻ പോകുന്നത് നമ്മുടെ കൂറ്റനാട് ഏളവാതിലേക്ക് പൂരത്തിനാട്ടോ. ആ പൂരത്തിന് ഇന്നൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാനാണ് ചെന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം തന്നെയാണ് തോന്നുന്നത്. അവിടെ ചെന്നിട്ട് നമ്മൾ രാത്രി ഒരു 8 മണി 7:45 ആയിട്ടുണ്ട്. ആ സമയത്ത് നമ്മളവിടെ ഇങ്ങനെ കാത്ത് നിൽക്കുകയാണ് വെടിക്കെട്ട് പൊട്ടാൻ വേണ്ടിയിട്ട്. അതായത് അവിടുത്തെ മെയിനാണ് വെടിക്കെട്ട്. സോ എന്തായാലും അത് പൊട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഒരാൾ വന്ന് പറയുന്നത് ഇത് അനുമതി കിട്ടിയിട്ടില്ല, റെസ്ട്രിക്ഷൻ ഉണ്ട്, അതുകൊണ്ട് വെടിക്കെട്ട് പൊട്ടിക്കാൻ പറ്റില്ല എന്ന്. കഴിഞ്ഞ വർഷം ഞാൻ തോന്നുന്നുണ്ട്, ഞാൻ അതിന് മുന്നേ എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. സോ എന്തായാലും ഇപ്രാവശ്യം വെടിക്കെട്ട് പൊട്ടിക്കാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷനും ഇല്ല. അപ്പോൾ എന്തായാലും ഇന്ന് അത്തരത്തിലുള്ള പരിപാടികൾ എല്ലാം ഉണ്ട്. പിന്നെ അവിടെ ആന വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എത്ര കറക്റ്റ് വന്നത് എനിക്ക് ഓർമ്മയില്ല. ഒരുപാട് ജനങ്ങളൊക്കെ കാണാൻ വേണ്ടി വരാറുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കൂറ്റനാട് നേർച്ചക്ക് നമ്മുടെ ആനയുള്ള ഗജസംഗമത്തിന് നിർത്തിയെന്ന പാടമുണ്ടല്ലോ, അവിടെ ഉണ്ട്. അതിൻ്റെ ബാക്കത്തെ റോഡ് കഴിഞ്ഞാലുള്ള സ്ഥലമാണ് അത്. സോ എന്തായാലും നമുക്ക് നേരാണ് പോകാട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ചാനൽ 15,000 സബ്സ്ക്രൈബേഴ്സ് അടിച്ചു. താങ്ക് യു സോ മച്ച്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതായത് 3 വർഷം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ചാനൽ ഈ ഒരു നിലയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷേ നിങ്ങളുടെ സ്നേഹം കൂടി ആയപ്പോൾ അതിന് മധുരമേറി. സോ എന്തായാലും നമുക്ക് നേരെ പോകാട്ടോ. ലെറ്റ്സ് ഗോ. നമ്മളിത് വണ്ടി ഇവിടെ ഇങ്ങനെ ആയിട്ട് നിർത്തി. ഇതിൻ്റെ നേരെ അപ്പുറത്തൊരു ചാലാണ്, അതാ പ്രശ്നം. ഇവിടെ വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നത്. ഇവിടെ ഇങ്ങനെ വലിയ വണ്ടികളും വരില്ല എന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ പേരെന്താ? നമ്മുടെ വീഡിയോസ് കാണാട്ടോ. വീഡിയോസ് കാണാറില്ലേ? അതെ അതെ. ഒരു അടിപൊളിയാ, വീഡിയോസൊക്കെ അടിപൊളിയാ. ശരി. നമ്മളിത് അവിടുന്ന് വണ്ടി എടുത്ത് വരാം കേട്ടോ. അങ്ങോട്ട് വരുന്ന വണ്ടികളൊക്കെ പോലീസ് അവിടുന്ന് നിർത്തുന്നുണ്ട്. അവിടുന്ന് ഒരു ആന വരുന്നുണ്ട് കേട്ടോ. ഏതാ ആന അറിയില്ല, ആ ഒരു ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. നമുക്ക് പോകേണ്ടത് ഈ ഭാഗത്ത് കൂടെ. ഇതിനെ പോലെയാണ് നമ്മൾ വെടിക്കെട്ട് സ്ഥലം. ഗൈസ്, നമ്മളിത് ആനയുടെ പിന്നാലെ പോകട്ടെ. ഒരുപാട് പേര് ആനയുടെ പിന്നാലെ പോകണം. അപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ കൂടി. ഇത് മീനാടൻ പിന്നെ സീനിയേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് ഞാനൊരു പോസ്റ്റ് കണ്ടിരുന്നു. ഇവിടെ വന്നിട്ട് കണ്ടിട്ടൊന്നുമില്ല, ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു വരുന്നുണ്ട് കണ്ടിട്ട്. അതായത് ഇപ്പോൾ നമ്മൾ ആ ഏരിയയ്ക്ക് തന്നെ പോകുന്നത്, മറ്റേ വെടിക്കെട്ടൊക്കെ ഉള്ള സ്ഥലത്തേക്ക്. ഒരു പക്ഷേ വീഡിയോയുടെ ലെങ്ത് കൂടുതൽ വെച്ചാൽ 2 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടേക്കാരും. അതായത് വെടിക്കെട്ടിൻ്റെ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടേക്കാരും. അവിടുന്ന് അതിട്ട് അടുത്ത ആന വരുന്നത്. അങ്ങോട്ട് നിന്ന് ഇവിടെ ഓരോ സ്ഥലത്തുള്ള ആനകളെ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കട്ടെ. കാരണം ഒരു 7:45 വെടിക്കെട്ട് സ്റ്റാർട്ടാവും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട്
ഇവിടെ ഒരുപാട് മറ്റേ കച്ചവടക്കാരുണ്ട് കേട്ടോ. ഈ മിഠായിക്ക് നിർത്തലാക്കി തോന്നുന്നു, എനിക്കറിയില്ല, അങ്ങനെ പറഞ്ഞു കിട്ടിയിരുന്നു. എല്ലായിടത്തും കാണാണ്ടായിരുന്നു. ഈ ഒരു സംഭവം എല്ലായിടത്തും കാണുന്നുണ്ട്, എവിടെ പോയാലും കാണും. ഏതാണ് നോക്കട്ടെ, ഞാനിതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല സൈസ് ഉണ്ട്. അപ്പോൾ ഏതാന്ന് ഞാൻ അവിടുന്ന് തന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ നോക്കാൻ ചോദിച്ചാൽ അവിടുന്ന് കാണാനില്ല. അങ്ങനെ അവിടുന്ന് അങ്ങനെ റൗണ്ട് അടിച്ച് വന്നതാണ്. എന്താ പേര് നോക്കിക്കോട്ടെ കേട്ടോ. അവിടെ ഒരു ആന ഉണ്ട്. എനിക്ക് തോന്നുന്നത് അത് അക്കരമേൽ മോഹനനാണ് എന്നിട്ടോ, അറിയില്ല, കറക്റ്റ് അറിയില്ല. അവിടെ ചെന്നോട്ട് മോഹനനായിരിക്കും അവിടെ. അത് മോഹനനല്ല കേട്ടോ, അത് വേറെ ഏതായിട്ട് ആനയാണ്. ഞാൻ നോക്കട്ടെ, ഞാൻ അവിടെ നിന്ന് കണ്ടപ്പോഴേ തല കണ്ടപ്പോൾ അങ്ങനെ തോന്നി ചെറുതായിട്ട്. അത് മോഹനനല്ല. ഇന്നത്തെ വെടിക്കെട്ട് കെടില്ലാനായിരിക്കട്ടെ, കാരണം ഞങ്ങൾ അവിടുന്ന് പോന്നു. അവിടെ ആനകളൊക്കെ കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. ഇവിടുത്തെ വെടിക്കെട്ട് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ കാണാൻ വേണ്ടി വന്നതാണ്. ഞാൻ കാണിച്ചു തരാം. ഇവരുടെ ഇടയിൽ കൂടെ കയറി കാണിച്ചു തരാം. ഇത് ആ സൈഡിലായിട്ട് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പൊട്ടുമ്പോൾ കിടിലനായിരിക്കും, കാരണം അത്രയും തോനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നെന്മാർക്ക് ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. നെന്മാറിൻ്റെ അടുത്ത് വരില്ല, പക്ഷേ ഏകദേശം നല്ല ഉണ്ടാവും. ഇനി ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് വെടിക്കെട്ട് കണ്ടത്. അവിടെ നോ എൻട്രി, പ്രവേശനമില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് ലോങ് നിന്നിട്ട് നമുക്ക് കാണാം, നല്ലൊരു രസം ഉണ്ടാവുള്ളൂ. അതിൻ്റെ അടുത്തൊക്കെ പോയാൽ ചെവിയും പോവും, നല്ലപോലെ ആസ്വദിക്കാനും പറ്റില്ല. ഓക്കെ, ഈ കണ്ട ജനങ്ങളൊക്കെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യട്ടെ. 7:45 കണ്ടിട്ടുള്ളത്. അവിടെ കണ്ട അപ്പോൾ തന്നെ ആൾക്കാർ വന്നിരിക്കല്ലോ വിളിക്കണം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ പറ്റുകയാണെങ്കിൽ ഇതിൽ കുറച്ച് ആഡ് ചെയ്യാം. തോനായിട്ടുണ്ടെങ്കിൽ വീഡിയോ വല്ലാണ്ട് ലെങ്ത് ആവും. വീഡിയോ വല്ലാണ്ട് ലെങ്ത് ആയി കഴിഞ്ഞാൽ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തീർത്താലം നേർച്ച രാത്രികഥ പരിപാടി ഇട്ടാൽ മതിയാവും. എനിക്ക് അന്നാ ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ വീഡിയോ വെയിറ്റ് ചെയ്തിട്ട് കുറേ പേര് നിൽക്കുന്നുണ്ടെന്ന്. കുറേ പേര് മെസ്സേജ് വന്നു എൻ്റെ വീഡിയോ കാണാത്തതുണ്ട്. അപ്പോൾ എനിക്കത് ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയുള്ളൂ. അത്രയും ലെങ്ത് കൂടിയ കാരണം.
അപ്പോൾ അങ്ങനെ ആവണ്ടെന്ന് കരുതിയിട്ടാണ് ഒരു മിനിമം ഒരു 15 മിനിറ്റിന് താഴെ ഞാൻ ഇപ്പോൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാറുള്ളൂ. കാരണം പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോക്കട്ടെ കേട്ടോ, ഞാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് ഇതിൽ ആഡ് ചെയ്യാം. ബാക്കിയുള്ളത് നമ്മൾ സെക്കൻഡ് വീഡിയോ ആയിട്ട് രണ്ടാമത് അപ്ലോഡ് ചെയ്യാം. ഐസിങ് വെടിക്കെട്ടിന് 1 മണിക്കൂറേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇതാ വേറെ ആന വന്നിട്ടുണ്ട്. അപ്പോൾ വെടിക്കെട്ടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനിതിൽ ആഡ് ചെയ്യാൻ പറ്റണേ ഞാൻ ആഡ് ചെയ്ത് തരാം. അല്ലാതെ ഞാൻ വെടിക്കെട്ടിൻ്റെ മാത്രമായിട്ട് സെപ്പറേറ്റ് വേറെ വീഡിയോ ഐസ് തുടങ്ങിട്ടോ. തുടങ്ങി ഇതാ അവിടുന്ന് പൊട്ടൽ തുടങ്ങിട്ടാ. അവിടുന്ന് പൊട്ടൽ തുടങ്ങി. ഇതേ അവിടുന്ന് വരുന്നുണ്ട്. ഇതാ പോണ്. അവിടെ പൊട്ടിയതിന് ശേഷമാണ് ഇവിടേക്ക് സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. അവിടുന്ന് ചെറുത് പൊട്ടിയിട്ട് ഇവിടുന്ന് ഫുൾ ബ്ലാസ്റ്റ് ആയിരിക്കും. ഓക്കെ,